ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നടന്ന സെപ്റ്റംബർ 6 നടന്ന അടിസ്ഥാന പാഠാവലിയുടെ ആൻസർ കീയാണ്. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ഈ സമയം ചോദ്യങ്ങൾ വായിച്ച് നോക്കുക. 6 പ്രവർത്തനങ്ങളിൽ ആദ്യത്തെ പ്രവർത്തനമായി നിർബന്ധമായും ചെയ്യണം. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. മൊത്തം 5 പ്രവർത്തനം ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം ഒന്ന് വായിക്കാം, എഴുതാം. കളി നിയമങ്ങൾ. ഇതൊരു പുതിയ കളിയാണ്. കളി നിയമങ്ങൾ പറയാം. മുതിർന്ന കുട്ടി ചുറ്റും നിൽക്കുന്നവരോട് പറഞ്ഞു. അവർ ആകാംക്ഷയോടെ കാതു കൂർപ്പിച്ചു. അവൻ തുടർന്നു. എല്ലാവരും വട്ടത്തിൽ നിൽക്കണം. ഒരാൾ മുത്തശ്ശിയോ മുത്തശ്ശനോ ആവണം. മുത്തശ്ശിയെ അല്ലെങ്കിൽ മുത്തശ്ശനെ കളത്തിന് നടുവിൽ ഇരുത്തണം. ഒരു കുട്ടി ചോദ്യക്കാരനാവണം. ചോദ്യക്കാരൻ വട്ടത്തിൽ നടന്ന് എല്ലാവരോടുമായി ഇങ്ങനെ ചോദിക്കണം. കണ്ടോ കണ്ടോ മുത്തശ്ശിയെ? ഉത്തരം കണ്ടില്ല, ഞങ്ങൾ കണ്ടില്ല. ചോദ്യം പലതവണ ആവർത്തിക്കുന്നു. ഒടുവിൽ കണ്ടു കണ്ടു മുത്തശ്ശിയെ എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശിയെ എണീറ്റു നിൽക്കണം. മോൾ വന്ന് മുത്തശ്ശിയെ കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കണം. മറ്റുള്ളവർ തടയണം. അവർ കൂട്ടത്തോടെ വിട്ടുതരില്ല മുത്തശ്ശിയെ എന്ന് പറയണം. വഴി കൊടുക്കാതിരിക്കാൻ എല്ലാവരും കൂടി കൈകോർത്ത് പിടിച്ചു നിൽക്കണം. ഒരു സംശയം, മുത്തശ്ശിയെ എങ്ങോട്ടാണ് കൊണ്ടുപോകാൻ ശ്രമിച്ചത്? ഒരു കുട്ടി ചോദിച്ചു. വൃദ്ധസദനത്തിലേക്ക്. ഈ കളിയുടെ പേരും അതുതന്നെ, മുതിർന്ന കുട്ടി പറഞ്ഞു. അവർ കളി തുടങ്ങി. കെ പല്ലശന. അപ്പം ചോദ്യം നോക്കാം. എല്ലാ കളികൾക്കും ഇത് നിർബന്ധമാണ്. ഏത്? ചോദ്യങ്ങൾ, കളി നിയമങ്ങൾ, ഉത്തരങ്ങൾ, സമ്മാനങ്ങൾ. അപ്പോൾ ഉത്തരം ഏതാണ്? കളി നിയമങ്ങൾ. ഓക്കെ. ചോദ്യക്കാരൻ എങ്ങനെ നടന്നാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടിയിരുന്നത്? വട്ടത്തിൽ നടന്ന്, കണ്ണടച്ച് നടന്ന്, കൈകെട്ടി നടന്ന്, പുറകിലേക്ക് നടന്ന്. എങ്ങനെയാണ്? എല്ലാവരും വട്ടത്തിൽ നിൽക്കണം അല്ലേ? വട്ടത്തിൽ നിൽക്കണം. ഓക്കെ. അപ്പോൾ വട്ടത്തിൽ നടന്നിട്ടാണ്. ഇനി ചോദ്യം ആവർത്തിച്ച ശേഷം മറുപടി എന്താണ്? കണ്ടില്ല ഞങ്ങൾ മുത്തശ്ശിയെ, വിട്ടുതരില്ല മുത്തശ്ശിയെ, കണ്ടു കണ്ടു മുത്തശ്ശിയെ, പാവം പാവം മുത്തശ്ശിയെ. അപ്പം ചോദ്യം ആവർത്തിച്ചതിന് ശേഷം എന്താണ് പറയേണ്ടത്? കണ്ടു കണ്ടു മുത്തശ്ശിയെ എന്ന് പറയണം. എന്താണ്? കണ്ടു കണ്ടു മുത്തശ്ശിയെ. ഈ കളിയുടെ പേരും അതുതന്നെ. ഏത്? ചോദ്യക്കളി, വൃദ്ധസദനത്തിലേക്ക്, മുത്തശ്ശിക്കളി, കളി നിയമങ്ങൾ. ഈ കളിയുടെ പേരും അതുതന്നെ. ഏത്? വൃദ്ധസദനത്തിലേക്ക്. കഥകളിലൂടെ പങ്കുവയ്ക്കുന്ന ആശയം എന്താണ്? കളി നിയമങ്ങൾ പാലിക്കണം. വാർദ്ധക്യം ബാധിച്ചവർ അവഗണിക്കപ്പെടുന്നു. മുതിർന്ന കുട്ടികളെ കളിക്കാവൂ. മുത്തശ്ശിമാരെ വൃദ്ധസദനത്തിലാക്കണം. ഇതിൻ്റെ ഉത്തരം എന്താണ്? വാർദ്ധക്യം ബാധിച്ചവർ അവഗണിക്കപ്പെടുന്നു. രണ്ടാമത്തെ പ്രവർത്തനം നമുക്ക് നോക്കാം. വിശകലന കുറിപ്പാണ്. പ്രകൃതിയുടെ സ്നേഹസ്പർശം നമുക്ക് അനുഭവപ്പെടാറുണ്ടെന്ന് വേഗമുറങ്ങൂ എന്ന കവിതയിൽ പഠിച്ചല്ലോ. താഴെ കൊടുത്തിരിക്കുന്ന കവിതാഭാഗവും വേഗമുറങ്ങൂ എന്ന കവിതയിലെ ആശയവും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഉണ്ണി ഉറങ്ങുന്നുള്ളം പറഞ്ഞു നിൻ തൊട്ടിലാട്ടുന്നു തൈ തെന്നൽ വീണ്ടും. ഉണ്ണി ഉറങ്ങുന്നു ഉള്ളം നിറഞ്ഞു നിൻ. പുഞ്ചിരി പൈമ്പാൽ നുകർന്നു രാവും. കണ്ണിന ചിമ്മാതിളകതെ ധാരകൾ നിൽപ്പിത മേഘപ്പടവിലേറി. കൂമ്പി മയങ്ങുന്നോരമ്പലിൻ ചെലി നിൻ ഓമന പുകം നോക്കി നിൽക്കെ. തെന്നലിൻ കുഞ്ഞം. അപ്പോൾ ഇതും ഈ ഒരു കവിതാഭാഗവും വേഗമുറങ്ങൂ എന്ന കവിതാഭാഗവും വിശകലനം ചെയ്തിട്ടാണ്. ഈ ഒരു കവിതാഭാഗത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയുന്നത്? പ്രകൃതി താരാട്ട് പാടി ഉറക്കുന്നതായിട്ടാണ് എന്ന ആശയമാണ് തെന്നലിൻ കുഞ്ഞ് എന്ന ഈ കവിതയിൽ പങ്കുവയ്ക്കുന്നത്. അതേപോലെ തന്നെ വേഗമുറങ്ങൂ എന്ന കവിതയിലും അത് തന്നെയാണ്. മകളോട് വേഗം ഉറങ്ങാൻ പറഞ്ഞുകൊണ്ടാണ് സച്ചിദാനന്ദൻ്റെ വേഗമുറങ്ങൂ എന്ന കവിത ആരംഭിക്കുന്നത്. ഇവിടെ മകളെ ഉറക്കുന്നത് എല്ലാവർക്കും അമ്മയായ പ്രകൃതി തന്നെയാണ്. കൊന്നപ്പൂ പോലെയുള്ള വെയിൽ ചാഞ്ഞ് കരിങ്കൊമ്പനായ പോലുള്ള രാത്രി എത്തിയിരിക്കുന്നു. മാനും മുയലും കാടും പക്ഷിയും എല്ലാം ഉറങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് വേഗം ഉറങ്ങാനാണ് പ്രകൃതി തൻ്റെ മകളോട് പറയുന്നത്. ഉറങ്ങുമ്പോൾ അവളുടെ മിഴിക്കുള്ളിൽ ലോകം നീലമയിലിനെ പോലെ പീലി വിടർത്തിയാടും. അവളുടെ സ്വപ്നങ്ങളിൽ വലിയ യുദ്ധക്കളം പോലും പൂക്കളമായി മാറുന്നു. ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം മറന്ന് ശുഭപ്രതീക്ഷയുടെ പൂക്കളം മനസ്സിൽ തെളിയുമെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ അമ്മയില്ലാത്തവർക്കെല്ലാം പ്രകൃതി അമ്മയായി മാറി നിലാവ് പൊഴിക്കും. വറ്റിയ പുഴകളിൽ നീർ നിറയുകയും ഉണങ്ങിയ കാട് തളിരുകളണിയുകയും ചെയ്യും. മകളുടെ സ്വപ്നങ്ങളിൽ പൊതുജീവിതത്തിൻ്റെ പുതുമുളകൾ പൊട്ടിവിടരുമെന്ന് മനോഹരമായ ദൃശ്യങ്ങളുടെയും പ്രയോഗങ്ങളിലൂടെയും കവി ഇവിടെ വരച്ചു കാണിക്കുന്നു. ഇനി നമുക്കൊരു ചെറിയ 1 വേർഡ് ചോദ്യമുണ്ട്. പിച്ച വെച്ച് പിരണ്ടോടി വീണിട്ട് അച്ഛനെ നോക്കി കണ്ണീർ പൊഴിഞ്ഞു. ആർക്കാണ് കണ്ണീർ പൊഴിഞ്ഞത്? ഗീതമോക്ക്, അമ്മക്ക്, കുഞ്ഞുമോനായിരിക്കാണ്? കുഞ്ഞുമോന്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. സംഭാഷണമാണ്. അനാഥ കുഞ്ഞുങ്ങളെ പോലെ തെങ്ങിൻ തോപ്പിൽ വീണ് കിടന്ന തേങ്ങകളെല്ലാം തേങ്ങാപ്പുരയിലേക്ക് പെറുക്കിയിടുന്ന അക്കമ്മയെ സംഗീത ചേച്ചിയാണ് ആദ്യം കണ്ടത്.
സംഗീത ചേച്ചിയും അക്കമ്മയും തമ്മിൽ സംസാരിച്ചിരുന്നു. അവർ തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കുക. അപ്പോൾ സംഗീത, അക്കമ്മേ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അക്കമ്മ, തേങ്ങകളെല്ലാം മഴ കൊള്ളുകയാണ്. അപ്പോൾ സംഗീത എന്താ പറയുന്നത്? അതിനെന്താ, അത് അവിടെ കിടന്നോട്ടെ. സംഗീത പറയാണ്, അതിനെന്താ, അത് അവിടെ കിടന്നോട്ടെ. അക്കമ്മ, തേങ്ങകൾ പാവമല്ലേ? അപ്പോൾ സംഗീത ചോദിക്കുകയാണ്, അതിനെന്താ, ജീവൻ എങ്ങാനും ഉണ്ടോ? നീ സമയം കളയാതെ വീട്ടിലെ വല്ല ജോലിയും ചെയ്തോ? അപ്പോൾ അക്കമ്മ പറയാണ്, ഇവയെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ പണി ചെയ്തോളാം. അപ്പോൾ സംഗീത പറയാണ്, ഇവക്ക് ഭ്രാന്താണ്. ഇനി അടുത്തത് ഒരു വർണ്ണനയാണ്. മഴയുടെ വർണ്ണന പാഠഭാഗങ്ങളിലൂടെ നാം പരിചയപ്പെട്ടു. മറ്റൊരു വർണ്ണനയുടെ തുടക്കം നോക്കൂ. മഴ പൊഴിയാൻ തുടങ്ങി. ഓരോരോ കുഞ്ഞുതുള്ളികൾ പതിക്കുമ്പോൾ മേലാകെ കുളിരു കോളി. എന്തൊരു രസം! മനം തുള്ളിച്ചാടി. പെട്ടെന്ന് മഴയുടെ ഭാവം മാറി. കല്ലു പെറുക്കി എറിയും പോലെ വലിയ മഴത്തുള്ളികൾ. നിങ്ങൾക്കുണ്ടായ മഴയനുഭവം വർണ്ണിച്ചെഴുതുക. മഴക്കാലം കഴിഞ്ഞ വർഷത്തെ മഴ എനിക്ക് മറക്കാൻ പറ്റാത്തതാണ്. ഞങ്ങളുടെ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. ഞാനും എൻ്റെ കൂട്ടുകാരും ചേർന്ന് പാലത്തിൻ്റെ അരികിൽ ചെന്ന് താഴെ നോക്കി. വലിയ മരങ്ങളും ധാരാളം തേങ്ങകളും ഒലിച്ചു പോകുന്നത് കണ്ടു. എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ വെള്ളം കയറിയപ്പോൾ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് വന്ന് ഒരാഴ്ച താമസിച്ചു. അപ്പോൾ നമ്മൾ മഴയനുഭവവും അതേപോലെ തന്നെ സംഭാഷണവും നമ്മൾ എഴുതി, അതേപോലെ വിശകലന കുറിപ്പും. അപ്പം നമ്മൾ 3 ആക്ടിവിറ്റീസ് ഇപ്പം ചെയ്തു. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഒരു ഉപന്യാസമാണ്. തേങ്ങ എന്ന കഥയിൽ പണിയെടുക്കാനായി അപ്പനും അമ്മയും പറഞ്ഞയച്ച അക്കമ്മയെ പരിചയപ്പെട്ടല്ലോ. ഊഞ്ഞാൽപ്പാട്ട് എന്ന കവിതയെ അധ്വാനത്തിൻ്റെ ഫലമായി ദേഹത്ത് ഉപ്പ് നാറുന്ന അച്ഛനെയും നമ്മൾ കണ്ടു. രണ്ടുപേരും ഇവരുടെ ജോലികൾ വളരെ സന്തോഷത്തോടെയാണ് ഏറ്റെടുത്തത്. നിങ്ങളുടെ അഭിപ്രായത്തെ ഉൾപ്പെടുത്തി അധ്വാനത്തിൻ്റെ മഹത്വം എന്ന വിഷയത്തെ ഉപന്യാസം തയ്യാറാക്കാനാണ്. അപ്പോൾ നമ്മൾ ഏതൊരു ജോലിയും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. ഒരു ജോലിയും ചെറുതല്ല. തേങ്ങ എന്ന കഥയിൽ പണിയെടുക്കാനായി അപ്പനും അമ്മയും പറഞ്ഞയച്ച അക്കമ്മ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ജോലി ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോൾ അക്കമ്മ വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്നാണ് വരുന്നത്. അതേപോലെ തന്നെ ഊഞ്ഞാൽപ്പാട്ട് എന്ന കവിതയിലും വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന ഒരു അച്ഛനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് അധ്വാനിച്ചാലും വളരെ സന്തോഷത്തോടെ നമ്മുടെ ജോലികൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ് ഉണ്ടാകുന്നത്. എല്ലാ ജോലിയും നല്ലത് തന്നെ, ഒരു ജോലിയും ചെറുതല്ല. ഈ തുടങ്ങിയ ആശയങ്ങളൊക്കെ ഉൾപ്പെടുത്തി നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ഉപന്യാസം തയ്യാറാക്കുക. കിനാവ് എന്ന പദത്തിന് പകരം, കിനാവ് എന്ന് പറഞ്ഞാൽ എന്താ, സ്വപ്നമാണ്. ഇനി അടുത്തത് എന്താണ്? ഒരു ആസ്വാദനക്കുറിപ്പാണ്. ആസ്വാദനക്കുറിപ്പ് കൊച്ചു നക്ഷത്രം എന്ന കവിതയാണ്. ഓക്കെ. കൊച്ചു നക്ഷത്രമേ, നിന്നെ ആരാ മച്ചിലിരുത്തിയത്, അമ്മയാണോ? അപ്പോൾ കൊച്ചു നക്ഷത്രത്തോട് ചോദിക്കുകയാണ്, നിന്നെ ആരാ മച്ചിലിരുത്തുകയെന്ന് വെച്ചാൽ മുകളിലിരുത്തിയത് അമ്മയാണോ എന്നാണ് ചോദിക്കുന്നത്. വല്ലതും വാശി പിടിച്ചുവോ നീ, വല്ലതും തട്ടിമറിച്ചുവോ നീ? അപ്പോൾ നീ എന്താണ് തട്ടിമ്പുറത്ത് പോയി ഒളിച്ചിരിക്കുന്നത്? നീ എന്തിനെങ്കിലും വാശി പിടിച്ചോ, അല്ലെങ്കിൽ നീ എന്തെങ്കിലും സാധനം തട്ടിമറിച്ചോ എന്നാണ് ചോദിക്കുന്നത്. അമ്മ കയർക്കുവാൻ എന്തുമൂലം തമ്മൽ കാണിക്കണം നല്ല ശേഷം. അപ്പോൾ അമ്മ എന്തോ ഒരു കാരണം കൊണ്ടാണല്ലോ നിന്നെ കയർത്തത്, എന്തോ ഒരു കാരണം കൊണ്ടാണല്ലോ. നല്ല ശീലം കാണിച്ചാലേ അമ്മ നല്ലതായി പെരുമാറുള്ളൂ. താഴേക്ക് പോരുവാൻ മോഹമില്ലേ, വീഴാതിറങ്ങുവാൻ പറ്റുകില്ലേ? അപ്പോൾ നീ ആ മച്ചിമുകളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണോ? നിനക്ക് താഴേക്ക് വരാൻ ആഗ്രഹമൊന്നുമില്ലേ? നീ വീഴാതെ ഇറങ്ങുവാൻ നിനക്ക് പറ്റുമോ എന്നൊക്കെ കവി ചോദിക്കുകയാണ്. പൊക്കമില്ലാത്ത ഞാൻ കൈകൾ പൊക്കി നിൽക്കുകയല്ലാതെ എന്തു ചെയ്യും? എനിക്ക് പൊക്കമില്ല, അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും? ഞാനിങ്ങനെ കൈകൾ പൊക്കി നോക്കി നിൽക്കാമെന്നല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കൊച്ചു നക്ഷത്രമേ, നിന്നെ ആരോ മച്ചിലിരുത്തിയത് അമ്മയാണ്. അപ്പോൾ ഒരു നക്ഷത്രത്തോട് ഒരു കുട്ടി ചോദിക്കുകയാണ്, നീ എന്താ മുകളിലിരിക്കുന്നത്? നീ എന്തോ അമ്മയോട് അമ്മ ദേഷ്യപ്പെട്ടത് എന്തിനാണ്? നീ എന്തിനാണ് നിങ്ങൾക്ക് താഴോട്ട് ഇങ്ങോട്ട് വരാനൊന്നും ആഗ്രഹമില്ലേ? നീ വീഴാതിരിക്കാൻ ഇറങ്ങാൻ പറ്റില്ലേ? പക്ഷേ ഞാൻ എന്താ ചെയ്യാൻ? എനിക്ക് സഹായിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നക്ഷത്രത്തോട് കിന്നാരം പറയുന്ന ഒരു കുട്ടിയെയാണ് ഇവിടെ കൊച്ചു നക്ഷത്രം എന്ന ഈ ഒരു കവിതയിൽ. അപ്പോൾ ജി ശങ്കരക്കുറുപ്പിൻ്റെതാണ് കവിത. അതൊക്കെ നമ്മൾ എഴുതാം. ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ അറിയാമല്ലോ, ജി ശങ്കരക്കുറുപ്പിൻ്റെ കൊച്ചു നക്ഷത്രം എന്ന കവിതയിലെ ഒരു ഭാഗമാണിത്. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് പ്രകൃതിയും സ്നേഹിക്കാൻ കഴിയണം. അപ്പോൾ പ്രകൃതിയുടെ സ്നേഹം നമുക്ക് സമാനമായി അനുഭവപ്പെടും. ഇവിടെ നക്ഷത്രങ്ങളോട് കിന്നാരം പറയുന്ന ഒരു കുട്ടിയെയാണ് കവി നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വരി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഇതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതുക. എനിക്കിഷ്ടപ്പെട്ടത് പൊക്കമില്ലാത്ത ഞാൻ കൈകൾ പൊക്കി നിൽക്കുകയല്ലാതെ എന്ത് ചെയ്യും എന്ന വരികളാണ് എനിക്കിഷ്ടപ്പെട്ടത്. അതേപോലെ തന്നെ കൊച്ചു നക്ഷത്രത്തോട് കിന്നാരം പറയുന്ന കുട്ടിയുടെ പല ഭാവങ്ങളും ഈ കവിതയിൽ കാണുന്നു എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ. ആരോ കരയുന്നത് കേട്ട് നടുപ്പാതിയിലേക്ക് അവൾ നടുങ്ങി എഴുന്ന ആരുടെ കരച്ച് കേട്ടാണ് അക്കമ്മ ഉണർന്നത്? മഴയുടെ. ഓക്കെ.
6ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ആൻസർ കീ 2024 സെപ്റ്റംബറിൽ നടന്ന എക്സാമിൻ്റെ ആൻസർ കീ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും കാണുക. താങ്ക്